ഹജ്ജ് തീർത്ഥാടകരുമായി ലക്നൌവിൽ ഇറങ്ങിയ സൗദി വിമാനത്തിന് സാങ്കേതിക തകരാർ. ലാൻഡിങ്ങിനിടെ വിമാനത്തിന്റെ ചക്രത്തിന്റെ ഭാഗത്തുനിന്ന് തീയും പുകയും ഉയർന്നു. വിമാനത്തിലുണ്ടായിരുന്ന 250 യാത്രക്കാരും സുരക്ഷിതരാണ്. അതിനിടെ ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ച എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. 250 പേരുമായാണ് ജിദ്ദയിൽ നിന്ന് സൗദി എയർലൈൻസ് SV312 വിമാനം ഇന്നലെ രാവിലെ 6:30 ലക്നൌവിൽ ലാൻഡ് ചെയ്തത്. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളത്തിലെ ലാൻഡിങ്ങിനിടെ വിമാനത്തിന്റെ ഇടതുവശത്തെ ചക്രത്തിൽ നിന്ന് തീയും പുകയും ഉയർന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പൈലറ്റ് വിവരം ATCക്ക് കൈമാറി. ഉടൻ തന്നെ യാത്രക്കാരെ ഒഴിപ്പിച്ചു. എയർക്രാഫ്റ്റ് റെസ്ക്യൂ ഫയർ ഫൈറ്റിംഗ് സംഘമെത്തിയാണ് തീയണച്ചത്. 20 മിനിറ്റോളം തീയണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നീണ്ടുനിന്നു. യാത്രക്കാർ സുരക്ഷിതരെന്ന് അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനത്തിലും സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്തു. ബോയിങ് 787 ഡ്രീം ലൈനർ ശ്രേണിയിൽപ്പെട്ട AI315 വിമാനത്തിലാണ് യാത്രാമധ്യേ സാങ്കേതിക തകരാർ ഉണ്ടായത്. പ്രശ്നം കണ്ടെത്തിയ പൈലറ്റ് വിമാനം ഹോങ്കോങ്ങിൽ സുരക്ഷിതമായി തിരിച്ചിറക്കുകയായിരുന്നു. 24 ഡൽഹി.